CPIM നേതാവും തടമ്പാട്ടുതാഴം വാർഡ് കൗൺസിലറുമായ ഒ സദാശിവൻ കോഴിക്കോട് കോർപ്പറേഷൻ മേയറാകും. മൂന്നാം തവണയാണ് സദാശിവൻ കോർപ്പറേഷൻ കൗൺസിലറാകുന്നത്. ഡോക്ടർ എസ് ജയശ്രീ ഡെപ്യൂട്ടി മേയറാകും. ഇരുവരുടെയും സ്ഥാനാർത്ഥിത്വം LDF ജില്ലാ നേതൃത്വം പ്രഖ്യാപിച്ചു. തടമ്പാട്ടുതാഴം 9ാം വാർഡിൽ നിന്നുള്ള LDF കൗൺസിലറാണ് ഒ സദാശിവൻ. തടമ്പാട്ടുതാഴം സ്വദേശിയായ സദാശിവൻ മൂന്നാം തവണയാണ് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അവസാന കൗൺസിലിൽ CPIM കോർപ്പറേഷൻ കൗൺസിൽ പാർട്ടി ലീഡറായി പ്രവർത്തിച്ചു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. CPIM കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ഏരിയ ട്രഷററുമാണ്. 1986-ൽ CPIM അംഗമായി. ജനങ്ങളുടെ ക്ഷേമവും കോഴിക്കോടിന്റെ വികസനവും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുമെന്ന് ഒ സദാശിവൻ പറഞ്ഞു. കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ അടിത്തറ പാകിയിട്ടുണ്ട്. വലിയ വലിയ പ്രോജക്റ്റുകൾ ഇപ്പോൾ നിലനിൽക്കുക. ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് ശ്രമിക്കണം. അതോടൊപ്പം പുതിയ കാലത്തെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം. കോട്ടൂളി വാർഡിൽ നിന്ന് രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടാണ് ഡോക്ടർ എസ് ജയശ്രീ ഡെപ്യൂട്ടി മേയർ പദവിയിലേക്ക് എത്തുന്നത്. നിലവിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. കോഴിക്കോട് മീഞ്ചന്ത ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലായിരുന്നു. ജില്ലയിൽ UDF BJP സഹകരണം ഉണ്ടായതാണ് പല വാർഡുകളിലും LDF പരാജയപ്പെടാൻ ഇടയാക്കിയതെന്ന് CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. പ്രചരിപ്പിക്കുന്ന തരത്തിൽ തിരിച്ചടി ഉണ്ടായിട്ടില്ല. പല പഞ്ചായത്തുകളും അതേപോലെ ജില്ലാ പഞ്ചായത്തുകളുടെ ചില വാർഡുകളെല്ലാം പരിശോധിച്ചാൽ BJPയും UDFും തമ്മിൽ രഹസ്യ ധാരണയിൽ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ച് ചെയ്തതായി വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു. പരാജയം സംബന്ധിച്ച് LDF വിശദമായ പരിശോധന നടത്തുമെന്ന് മുന്നണി നേതാക്കൾ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കോഴിക്കോട്.